ഞാൻ മെല്ലെ ഒന്ന് എഴുന്നേക്കാൻ ശ്രമിക്കട്ടെ? അതിന് ശ്രമിക്കണ്ടെന്നല്ലേ തോമസ് സാർ പറഞ്ഞത്? അതെ, എന്നാലും ഒരു ആവേശം പോലെ. എന്നാ പിന്നെ ശ്രമിച്ചു നോക്കടാ. ആ ശ്രമിക്കടാ. എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ പരസഹായം വേണ്ടിവരും കണ്ണ. അങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്ക്. ആ പതുക്കെ. മാറി നിൽക്കൂ ജയപാല. സാറ് മാറി വരുന്നുണ്ട്. പക്ഷേ നീ കണ്ട കാഴ്ചകള് ആരോടും പറയാൻ പാടില്ല സാറേ. ഇവിടെ ഒരുത്തനുണ്ട്, അവന്റെ കണ്ണ് കലങ്ങി കിടക്കുക. അതുകൊണ്ട് പുറത്തേക്ക് വരില്ലെന്ന ധൈര്യത്തിൽ തന്നെയാ സാറിനെ കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. സാഗറെ, കണ്ണന് വന്ന ഈ മാറ്റം പുറത്തൊരാൾ പോലും അറിയാൻ പാടില്ല. എന്റെ നാവിന്ന് ഒന്നും വെളിയിൽ പോകില്ല സാറേ. വെളിയിൽ പോയാ പിന്നെ നിന്റെ നാവ് ചലിക്കില്ല സാഗറെ. മാർക്കോ, നിനക്ക് എന്നെ അറിയാലോ. സാറും മേഡവും മാത്രമേ എന്നെ മനസ്സിലാക്കാത്തായിട്ടുള്ളൂ. ശരി ശരി, നിന്റെ വാക്കുകൾ സത്യമായ മതി. നീ ഞങ്ങൾക്ക് തന്ന ഉറപ്പ് പാലിച്ചാ മതി. പതുക്കെ 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 പതുക്കെ. സൂക്ഷിച്ചു. അതെ, അധികമൊന്നും വേണ്ട, അത്ര സ്ട്രെയിൻ കൊടുക്കണ്ട. വിഷമിക്കണ്ട മോനെ, നീ ആഗ്രഹിക്കുന്ന പോലൊക്കെ വരും. അതെനിക്ക് സംശയമില്ലാതെ ഉറപ്പിച്ചു പറയാം. ഒരിക്കലും ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല സാർ. മഹാലക്ഷ്മി എന്ന പെൺകുട്ടി കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം നടക്കില്ല എന്ന് കരുതിയത് പലതും നടക്കുക. മഹാലക്ഷ്മിയുടെ മനസ്സിന്റെ പരിശുദ്ധിയും ആ കുട്ടിക്ക് കണ്ണനോടുള്ള സ്നേഹവും എത്രയെന്ന് മറ്റാരേക്കാളും കൂടുതൽ സാഗറിനറിയാലോ. അറിയാം സർ. ഇത്രത്തോളം ഭർത്താവിനെ സ്നേഹിക്കുന്ന ആരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല സർ.
അങ്ങനെ പാതിവൃത്യമുള്ള പെൺകുട്ടികൾ ഭർത്താവിനൊപ്പം ഉണ്ടെങ്കിൽ അവർക്ക് വിജയങ്ങൾ ഉണ്ടാവും. എന്നും സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തെ തഴുകി തലോടിക്കൊണ്ടേയിരിക്കും.